സാധാരണ CPM നേതാക്കന്മാരുമായിട്ട് നമ്മൾ സംസാരിക്കുക, വാർത്തകൾ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി CPM നേതാക്കന്മാരായിട്ടാണ് സംസാരിക്കുക. എന്തുകൊണ്ടാണ്? അവരുടെ കയ്യിൽ കണക്കുകളുണ്ടാവും. അത് നമുക്ക് ഒരു ആധാരമായിട്ട് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ വടകര ജയിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച ആളുകളാണ് ഇവരുടെ നേതാക്കന്മാർ. ചുമ്മാ വടകരയിലൂടെ ഒന്ന് നടക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും അവിടെ ജയിക്കാൻ പോകണില്ല എന്നുള്ളത്. അത് തിരിച്ചറിയാൻ CPMന് അതിൻ്റെ നേതാക്കന്മാർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണക്റ്റ് നഷ്ടപ്പെട്ടു, ആൻറ്റിന ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. ജനങ്ങളുടെ വികാരം, ജനങ്ങളുടെ പൾസ് സ്വീകരിക്കാൻ സാധിക്കുന്ന, അതിൻ്റെ ഒരു സിഗ്നൽ സ്വീകരിക്കാൻ സാധിക്കുന്ന ആൻറ്റിന നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ പറയുന്ന എതിർത്തരങ്ങ് വർക്ക് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് CPMൻ്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അങ്ങ് എഴുതണമെങ്കിൽ സഹതാപാർഹമായുള്ള കാര്യമാണ്. പിന്നെ അദ്ദേഹം എഴുതുന്ന ഒരു കാര്യമുണ്ട്, ധാർഷ്ട്യം. ഈ ധാർഷ്ട്യം ആളുകളിൽ മടുപ്പുളവാക്കി എന്ന് പറയുന്നു. വിനയത്തോടെ പെരുമാറണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ മാവോയുടെ മീൻ തിയറി അവതരിപ്പിക്കുന്നത്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ആകാശ് തില്ലങ്കേരി, ഷാഫി, അല്ലെങ്കിൽ ഈ പറയുന്ന സംഗതികൾ, പിന്നെ രക്ഷാപ്രവർത്തനം, പിന്നെ SFI നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതികൾ, ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ വികാരം എന്താണ്? ഇത് ധാർഷ്ട്യവും ധിക്കാരവും കൈമുതലാക്കിയ ഒരു സംഘമാണ് ഇവർ എന്ന വിചാരം ഉണ്ടാക്കിയത്. പക്ഷേ എനിക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യം, ധാർഷ്ട്യത്തോടെ പെരുമാറരുത്, വിനയമുണ്ടാകണം, ജനങ്ങളുമായിട്ട് അടുക്കണം എന്ന് 4 ദിവസം മുമ്പ് എഴുതിയ ഈ തോമസ് ഐസക്ക് 4 ദിവസം മുമ്പാണ് അദ്ദേഹം എഴുതുന്നത്. 3 ദിവസം മുമ്പ് അദ്ദേഹം എന്താ എഴുതിയിരിക്കുന്നല്ലോ, SFIക്കെതിരെ നടക്കുന്ന ഈ വിമർശനം ഉണ്ടല്ലോ, അത് ഈ ബൂർഷ്വാ മാധ്യമങ്ങളുടെ അതാണ് ഇതാണ് SFI എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹത്തരമായ സംഭവമാണെന്ന് വെച്ചാൽ SFIയെ കാൽപ്പനികവൽക്കരിക്കുന്ന കുറിപ്പാണ് 3 ദിവസം മുമ്പ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഇത് രണ്ടും എങ്ങനെ ഒത്തുപോകുന്നുള്ളതാണ്. കേരളത്തിൽ CPMനോടുള്ള മനുഷ്യരുടെ വിപ്രതിപത്തിക്ക് കാരണമെന്ന് നമ്മൾ അന്വേഷിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നിൽക്കുന്ന SFI ആണ്. അതിലൊരു സംശയവുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹർമദ് ബാഹിനി എന്ന് പറയുന്ന യുവസംഘം ബംഗാളിലെ CPMനെ തകർത്തതിൽ എന്ത് പങ്ക് വഹിച്ചോ ആ പങ്ക് കേരളത്തിലെ SFI, കേരളത്തിലെ CPMനെ തകർത്ത് വഹിക്കുന്നുണ്ട്. കാരണം ഒരു പീക്കിരി പയ്യൻ ഏരിയ സെക്രട്ടറി എന്ന പേരിൽ വന്നിട്ട് പ്രസംഗിക്കുകയാണ്, പ്രിൻസിപ്പൽ 2 കാലിൽ ഈ കോളേജിൽ പോവില്ല, 2 ആംബുലൻസ് വേണ്ടി വരും. അവനെ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പളെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് SFIയെ കാൽപ്പനികവൽക്കരിച്ചുകൊണ്ട് പിണറായി വിജയൻ നിയമസഭയിൽ പ്രസംഗിക്കുന്നത്, തോമസ് ഐസക് കുറിപ്പിടുന്നത്. ഇത് കണ്ടു നിൽക്കുന്ന മനുഷ്യരില്ലേ? ഇവരെന്തോന്ന് വിപ്ലവവും കാൽപ്പനികതയും, ഗുൽമോഹർ ചെടിയുടെ കീഴേ നടക്കുന്ന സഖോ പരീക്ഷാകാലമായി പുറത്തിറങ്ങുന്ന കവിത എഴുതിയിട്ട് കാര്യമില്ല. ഇത് മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതാണ് പ്രശ്നം. ഈ പറയുന്ന ഗുണ്ടായിസത്തെ പിന്തുണക്കുന്നു മാത്രമല്ല, അതിനെ കാൽപ്പനികവൽക്കരിക്കുകയാണ്. മടപ്പള്ളി കോളേജിൽ പർദ്ദയിട്ട വിഷജന്തു എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിക്കെതിരെ SFI ആൾക്കൂട്ട ആക്രമണം നടത്തി. അതിനെ ന്യായീകരിക്കാൻ അവിടെ പ്രസംഗിക്കുന്ന അന്ന് CPMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയെ കോടിയേരി ബാലകൃഷ്ണനാണ്. ഇത് മനുഷ്യരുണ്ടാകുന്ന വികാരം എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിനയാന്യതരാവുക, ധാർഷ്ട്യം ഒഴിവാക്കുക എന്ന് ഒരു ദിവസം തോമസ് ഐസക് എഴുതുന്നു. അടുത്ത ദിവസം ഈ പറയുന്ന പ്രിൻസിപ്പൽ 2 കാലിൽ നടക്കില്ല എന്ന് SFI പ്രസംഗിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുകയല്ല, അതിനെ കാൽപ്പനികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒത്തുപോകില്ല.